ഈ മുളക് പൊടി എങ്ങനെയെങ്കിലും ആ മഞ്ഞളിൽ ചേർക്കണം. ഓക്കെ മാഡം, ശരി. മൊത്തത്തിൽ എരിഞ്ഞു പുകയണം. അയ്യോ, മോളെ, അന്ന് വന്നത് ഈ പർവ്വകാരിയെ, വെമിലയുടെ കൂട്ടുകാരി. നിളെ, ഇതേ വിമലയുടെ ഫ്രണ്ടാ, നസ്രിയ ഖാദർ. എന്റെയും കൂട്ടുകാരിയാണ്. നിങ്ങൾ ഞാനങ്ങോട്ട് ചെല്ലടിച്ചല്ലേ. അങ്ങനെയാണെങ്കിൽ എന്റെയോ മുത്തശ്ശന്റെയോ ഫോണിലേക്ക് സാറ് വിളിക്കൂ. ഇതിപ്പോ മീരാമ്മയല്ലേ വിളിച്ചത്. ഒന്ന് ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ച് ഒരിക്കലും അദ്ദേഹം മീരാമ്മയെ വിളിക്കില്ല. അങ്ങനെ പറ്റിക്കാനൊന്നും ആവില്ല അരവിന്ദ് സാറിന് മീരാമ്മ. അമ്മേ, എന്റെ കാര്യം മോളൊന്ന് ഓർത്തു നോക്ക്. പ്രതീക്ഷകളെല്ലാം മാറ്റിവെച്ച് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് വരികയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനത് നിന്നോട് പറഞ്ഞല്ലോ. പക്ഷെ പെട്ടെന്ന് അന്തരീക്ഷം മാറി. ജ്യോത്സ്യം വരുന്നു, പൂജ നടത്തുന്നു, അരവിന്ദന്റെ ഫോൺ വരുന്നു, പിന്നെ ഇന്നത്തെ ചടങ്ങുകൾ.
എന്തൊക്കെയാ ഇന്ന് എന്നെ കൊണ്ട് ചെയ്യിച്ചത്? കോമാളി വേഷം കെട്ടിച്ചിട്ട് സമാധാനം അതോടെ ഇല്ലാതെയായി. നിന്റെ കൂട്ടുകാരികൾ ഉൾപ്പെടെ എല്ലാവരും നാളെ രാവിലെ കല്യാണം കൂടാൻ വരും. ഞാൻ രാവിലെ എന്താ ചെയ്യേണ്ടത്? കുളിച്ചൊരുങ്ങി കല്യാണ സാരി ഉടുത്ത് നിൽക്കണോ? എല്ലാവരോടും ചിരിച്ച് വർത്തമാനം പറയണോ? 11:30 മണിക്കാ മുഹൂർത്തം കുറിച്ചിരിക്കുന്നത്. അതുവരെ കാത്തു നിൽക്കാവുന്നായിരിക്കും അച്ഛനും നീയൊക്കെ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞോ? കാഴ്ച വസ്തുവായിട്ട് അണിഞ്ഞൊരുങ്ങി നിന്നിട്ട് നാണം കെടാൻ എനിക്ക് വയ്യ. ഞാനില്ല ഒന്നിനും. എവിടേക്കെങ്കിലും ഇറങ്ങി പോവും ഞാൻ. മീരാമ്മേ, നമ്മൾ ഇത്രയും തീയതി നിന്നത് ദൈവം കാണാതിരിക്കില്ല. അവിടുന്ന് തന്നെ അതിനൊരു പരിഹാരവും കണ്ടെത്തിയിട്ടുണ്ടാവും. നാളെ ഒരു ദിവസം കൂടി അമ്മ ക്ഷമിക്കണം. ഇത്രയും പേര് ഒരേ മനസ്സോടെ നിൽക്കുമ്പോ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കും. ഇല്ലേ? ഇവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എനിക്ക്. നാളെ ഞങ്ങളുടെ വിവാഹം നടക്കില്ലേ? എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയാണോ? ഓം വിഘ്നേശ്വരായ നമ. ഓം ഗണപതായ നമ. ഓം നമ ശിവായ. ഓം നമ ശിവായ. മീര എണീറ്റ് വന്നില്ലേ ഇതുവരെ? എന്തു പറ്റി താമസിക്കാൻ? ഓം നമ ശിവായ. കാപ്പിട്ടിട്ട് ഞാൻ ചെന്ന് വിളിക്കാം മുത്തശ്ശ. ആ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണജൈക സന്തതം. തിരുനാമങ്ങൾ നാവിലെപ്പോഴും പിരിയാതെ ഇരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. മുത്തശ്ശ കാപ്പി. ആ അമ്മേ, മീരാമ്മേ, അമ്മേ, മീരാമ്മ എഴുന്നേറ്റില്ലേ? മീരാമ്മേ, തുറന്നു നോക്കുമ്പോളേ. അമ്മേ, തുറക്ക്. ജീവൻ പണയം വെച്ചാണ് ഇന്ന് അയാൾ ഓടിയെത്തുകയെന്ന് ഓർക്കണം. അതിനർത്ഥം സ്വന്തം ജീവനേക്കാൾ അയാൾ മീരയെ സ്നേഹിക്കുന്നു എന്നാണ്. മീരയ്ക്കൊരു തണൽ കിട്ടുന്നതിൽ എന്റെ മകന്റെ ആത്മാവ് സന്തോഷിക്കുകയുള്ളൂ. അദൃശ്യമായ അവന്റെ ശക്തിയാണ് രാജയെ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്യാമറ അങ്ങ് വെച്ചേക്ക്. അപ്പുറത്ത് നിളെ അന്വേഷിക്കുന്നുണ്ട്. മേരെ ഒരുക്കാനുള്ള ആള് വന്നു. സമയമാകുമ്പോഴേക്കും ഒരുങ്ങി നിൽക്കണ്ടേ? മേരെ അങ്ങോട്ട് ചെല്ല്.
സോറി സാർ, പറ്റിപ്പോയി. അരവിന്ദ് രാജ് ഒരിക്കലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചില്ല. അല്ല സാർ, ആരും ഒറ്റിക്കൊടുത്തതല്ല. ഓപ്പോസിറ്റ് ഫ്ളാറ്റിലെ ഒരു ഫിലിം സ്റ്റാറാണ് അയാളെ രക്ഷപ്പെടാൻ സഹായിച്ചത്. സർ, കല്യാണം കഴിച്ചാലും അരവിന്ദ് രാജ സുഖമായി ജീവിക്കില്ല. അതിന് സമ്മതിക്കില്ല. സർ, ഷുവർ സർ. ഓക്കെ സർ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും. ഓക്കെ, ബൈ. പറയൂ തനിയെ തെളിഞ്ഞ രാഗമാ ശ്രീരാഗം ഒരു മാത്ര നീയൊത്തു ഞാൻ മൂളിയില്ല. പുലർമഞ്ഞു പെയ്യുന്ന യാമത്തിലും നിൻ മൃദുമേനിയൊന്നു തലോടിയില്ല. എങ്കിലും നീ അറിഞ്ഞു എൻ മനമെന്നും നിൻ മനമറിയുന്നതായി, നിന്നെ പുണരുന്നതായി. ചെമ്പനീർ പൂവി പാട്ട് തുടങ്ങി. അങ്ങോട്ട് ചെന്ന് ആ മൈക്ക് തല്ലി പൊട്ടിച്ച് പാട്ടുകാരനിട്ടൊന്ന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ. ഒരു ചെമ്പനീർ പൂവ്. ഈ പാട്ടെന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചവനെ ഓടിച്ചിട്ട് തല്ലണം. എങ്ങനെ നീ അറിഞ്ഞു എന്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. ഏത് സിനിമാ താരമാണെന്ന് ഇനിയെങ്കിലും ഒന്ന് പറയൂ സാർ. സസ്പെൻസ് ഈ സസ്പെൻസ്. ഓ, ഇത്രയും നേരം ക്ഷമിച്ചില്ലേ, കുറച്ചു നേരം കൂടി ക്ഷമിക്കും. അല്ല, ചിലപ്പോഴേ പെട്ടെന്ന് വല്ല ഷൂട്ടിങ്ങും പ്ലാൻ ചെയ്ത് ആള് പോയി കാണൂ. ഇല്ല, വരും. ഐ എം ഷുവർ. അതെ, നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? സാറിന്റെ വിവാഹ വസ്ത്രം അവരുടെയിലല്ലേ? ഇപ്പോഴെത്തും. വരുന്നുണ്ട്. ഇതിവിടെ തരാൻ പറഞ്ഞു. വിവാഹത്തിനുള്ള ഡ്രസ്സും മറ്റുമാണ്. അപ്പൊ ആള് വരില്ലേ? ചടങ്ങുകൾ ആരംഭിക്കാൻ പറഞ്ഞു. മാഡം പിന്നെ വരും. വരൂ. ആ, ഇനി വരത്തില്ലേ? എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി പറയണ്ടെങ്കിലോ? സമയം കിട്ടുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം. ഒരു ഗെറ്റ് ടുഗദർ. ഞാൻ വരും, പക്ഷേ ഇപ്പോഴെങ്കിലും അല്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ ശേഷം കുഞ്ഞിനെ കാണാൻ വരാം. അപ്പൊ ശരി. ശരി. അയ്യോ അയ്യോ, ദേ കല്യാണം. അയ്യോ, പ്രയാഗ മാർട്ടിൻ. എന്തൊരു കഷ്ടോ. അടിപൊളി ഉഗ്രൻ കല്യാണം.
ഗംഭീരം ഗംഭീരം. കണ്ടോ, കല്യാണം കണ്ടോടി. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും. ഇങ്ങോട്ട് വാ. കൊള്ളാല്ലേ? അയ്യോ, നന്നായിട്ടുണ്ടല്ലേ? ഇതാരൊക്കെയാ നോക്കി? എനിക്ക് വയ്യ. സർ, എന്താ സർ കോൺഫിഡൻഷ്യലായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നേരത്തെ, അതായത് 1 മാസം മുമ്പ് നിഖിൽ എന്നോടൊരു മാറ്റർ സംസാരിച്ചിരുന്നു. അത് പിന്നെ ഇവിടെയും ചർച്ചാ വിഷയമായി. വിവാഹം നടക്കണമെങ്കിൽ ഞാൻ മീരയുടെ പേരിൽ 50 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് തുല്യമായ മൂല്യം വരുന്ന എന്തെങ്കിലും ഉറപ്പ് എഴുതി തരികയോ ചെയ്യണം. അതായിരുന്നു നിഖിലിന്റെ ഡിമാൻഡ്. വിവരം അറിഞ്ഞപ്പോ ഇവിടെ എല്ലാവരും എതിർത്തു. പക്ഷേ ഞാനത് പോസിറ്റീവ് സെൻസിലെടുത്തു. അമ്മയുടെ ഭാവി ജീവിതത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം വേണമെന്ന് ഒരു മകൻ ആഗ്രഹിക്കുന്നത് ന്യായമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന ആ ഡിമാൻഡിന് മറുപടി പറഞ്ഞത്? 50 ലക്ഷമല്ല, 1 കോടി രൂപ മീരയ്ക്ക് തരാനായിട്ടാ വന്നേ. പക്ഷേ ആ ചെക്ക് മീര സ്വീകരിച്ചില്ല. ഇതൊക്കെ ഇപ്പൊ എന്തിനാണ് സർ പറയുന്നത്? ആ വിഷയം അന്ന് അവിടെ സംസാരിച്ച് തീർത്തതാണ്. ഇന്നിപ്പോ അതെ കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ ആ മാറ്റം സംസാരിക്കേണ്ട ആവശ്യം വന്നു കൂട്ടിക്കോ. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വെച്ചിരുന്നത് ആരാണെന്ന് ഒരു നിശ്ചയമില്ല. ഞാനത് നേരത്തെ പറഞ്ഞാണല്ലോ. എന്നെ പുറത്തുവിടാം, പക്ഷേ അതിനു പകരം അവർ ചോദിച്ചത് 1 കോടി രൂപയാ. ഫോണിലായിരുന്നു സംസാരം. എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞെന്താണെന്നറിയോ? മറ്റൊരാൾക്ക് വേണ്ടിയാണ് ആ തുകയെന്ന്. 1 കോടി രൂപ ആവശ്യപ്പെട്ട് കർട്ടന് പിന്നിലിരുന്ന് ആ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത് ആരാണെന്നും പറഞ്ഞു. നിഖിലാണത്രേ അത്. ഞാനോ? യെസ്, നിഖില് തന്നെ. നോ, നുണയാ അയാൾ പറയുന്നത്. പണത്തിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നിഖിൽ എന്നോട് തുറന്നു പറയാറുന്നില്ലേ? മഞ്ചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? എങ്ങനുണ്ട് വീട്? ഇഷ്ടപ്പെട്ടോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളിന് ഇത്രയും സൗകര്യങ്ങളുള്ള വീടിന്റെ ആവശ്യമുണ്ടോന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇത്രയെങ്കിലും സൗകര്യങ്ങൾ വേണമെന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണമുണ്ട്. എനിക്ക് തനിച്ച് താമസിക്കാനല്ല ഞാൻ ഈ വീട് വാങ്ങിയത്. മറ്റൊരാൾ കൂടി ഇവിടെ താമസത്തിനെത്തുമെന്ന് അന്നേ എനിക്കറിയായിരുന്നു.
എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആളാണ് ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. മീരൊന്നും പറഞ്ഞില്ല. സങ്കല്പത്തിലുണ്ടായിരുന്ന വീട് ഈ അന്തരീക്ഷമായി പൊരുത്തപ്പെടുന്നുണ്ടോ? സങ്കല്പവും സ്വപ്നങ്ങളും ഒന്നുമില്ലാത്ത ആളാണ് ഞാൻ. ഉണ്ടായിരുന്നത് അത്രയും ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ സങ്കല്പത്തിലൊരു വീടില്ലായിരുന്നു. എന്നാൽ ഇനി അത്യാവശ്യം സ്വപ്നങ്ങളൊക്കെ കാണണം. ഒരുപാട് നിറപ്പകിട്ടൊന്നും വേണ്ട, സാധാരണ സ്വപ്നങ്ങൾ മതി. ആ സ്വപ്നങ്ങളിൽ ഞാനുണ്ടായിരിക്കുമെന്ന് ഓർക്കുമ്പോ തന്നെ മുന്നോട്ട് പോകാനുള്ള ഊർജം പകർന്നു കിട്ടും എനിക്ക്. അതിനുവേണ്ടിയെങ്കിലും സ്വപ്നം കാണണം മീര. ഇന്ന് മുത്തശ്ശന്റെ മുഖത്ത് ചിരി തെളിയുമെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാ. മീരാന്റിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ ഒരാശ്വാസം മുത്തശ്ശന്റെ മുഖത്ത് കാണാനുണ്ട്. അതെ, കല്യാണപ്രായമായ പെൺമക്കളുള്ള അച്ഛന്മാർക്ക് അത് മനസ്സിലാവും. മോക്ക് മനസ്സിലായോ കുട്ടിച്ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? കല്യാണപ്രായമായ പെങ്കൊച്ചിന്റെ അച്ഛനാണ് ഇദ്ദേഹം ഒന്ന്. എന്റെ കാര്യത്തിൽ അച്ഛന് ടെൻഷൻ വേണ്ടെന്ന് ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലില് ഒരു ജോലിയായി സ്വന്തം കാലിൽ നിന്ന ശേഷമേ ഞാൻ കല്യാണം കഴിക്കൂ. ഗുഡ് ഐഡിയ. ഇങ്ങനെ വേണം പെൺകുട്ടികൾ ചിന്തിക്കാൻ. അതെ, വേറൊരു പ്രശ്നമുണ്ട് ഉണ്ണിത്താനെ. UPSC സെലക്ഷൻ കിട്ടിയിരിക്കുകയല്ലേ ഇവൾക്ക്. ആ ലെവലിലുള്ള ജോലിയാണ് ഇവൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ പിന്നെ അതിന് തുല്യം നിൽക്കുന്ന ഉദ്യോഗമുള്ളൊരു പയ്യനെ കണ്ടെത്തണ്ടേ? ഒരു IPS കാരിയെ പിടിച്ച് പള്ളിക്കൂടം വാദ്യാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂ? മറ്റ് യോഗ്യതകളും ക്യാരക്ടറും ഉള്ള ആളാണെങ്കിൽ അതിലെന്താ അച്ഛ തെറ്റ്? സ്കൂൾ മാഷിന്റെ ജോലിയെ ഒട്ടും ചെറുതല്ല. എന്നാലും അത് ഓരെന്നാലുമില്ല. മേധ പറഞ്ഞതാണ് ശരി. താനിപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ദേ മേളിലിരിക്കുന്ന കർത്താവ് തീരുമാനിക്കും പോലിരിക്കും. അതുപോലെ നടക്കും. ശ്രദ്ധിച്ചോന്നറിയില്ല, വൈകുന്നേരം മുതൽ മുത്തച്ഛന് ആകെ ഒരു മൗനമാ. ഇതിനോടകം എത്ര തവണ ഓരോ ആവശ്യത്തിനും മീരയെന്ന് വിളിക്കേണ്ടത്. ഇന്ന് സൈലന്റാ. എങ്കിലേ നമുക്ക് നാളെ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അതിനിപ്പോ അമ്മ തനിച്ചല്ലോ. നമ്മുടെ അമ്മ മാത്രമല്ല മീരാമ്മ ഇപ്പൊ, മറ്റൊരാളിന്റെ ഭാര്യയും കൂടിയാ. അരവിന്ദ് സാറൂടി വേണമെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ. എന്തൊക്കെ വിട്ടിത്തരങ്ങളാ നീ പറയുന്നേ? അരവിന്ദ് സാറും കൂടി ഇങ്ങോട്ട് വരട്ടെന്നോ? നിനക്കറിയില്ല എന്റെ ടെൻഷൻ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് വിവാഹമാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഓർത്ത ശരിയാണ്. അതുവരെ തന്റേത് മാത്രമായിരുന്ന ജീവിതം വിവാഹത്തോടെ മറ്റൊരാളുമായി പങ്കുവെക്കുകയാണ്. ഒരൊറ്റ വര ഇരട്ട വര ആകുന്നത് പോലെ. നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്.
2 വഴികളിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതെ, എനിക്ക് ഭാര്യയും മകളും, മീരയ്ക്ക് ഭർത്താവും മകനും. ഒരു വ്യത്യാസമുണ്ട്. മീര ആ ജീവിതത്തിൽ സംതൃപ്തയായിരുന്നു. എന്റെ ദാമ്പത്യം പൊരുത്തക്കേടുകൾ നിറഞ്ഞത്. കലഹത്തിന്റെ ഒരു കൂടായിരുന്നു ഞങ്ങളുടെ വീട്. അതേസമയം പരസ്പരം സ്നേഹിച്ച് മതിയാവാതെയാണ് നിഖിലിന്റെ അച്ഛൻ മീരയെ വിട്ടുപോയത്. വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഒരിക്കൽ കഴുത്തിൽ നിന്ന് ഊരിമാറ്റിയ താലി, മായ്ച്ചു കളഞ്ഞ നെറുകയിലെ സിന്ദൂരം, വീണ്ടും താലി അണിയുന്നതും സിന്ദൂരം തൊടുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു. എന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ അതിനൊരുത്തരം കിട്ടിയില്ല. പക്ഷെ അച്ഛനും നിളയും പിന്നെ നിഖിലും ഉത്തരം തന്നു. എനിക്കൊരു കൂട്ടിന് വേണ്ടിയാണെന്ന്. മീരയുടെ മനസ്സിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടില്ലെന്ന് പറഞ്ഞു. അതിനർത്ഥം ആ മനസ്സ് ഇപ്പോഴും പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ലെന്നാണോ? അതെനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, എനിക്കെന്റെ കഴിഞ്ഞ കാലങ്ങളെ പൂർണ്ണമായും മറക്കാനാവില്ല. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യം ഇല്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലേ? ഇതുവരെ ഉണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ അളവ് കൂടിയിട്ടേ ഉള്ളൂ. സ്വസ്ഥമായിരുന്ന മീരയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കണ്ണുകൾ ഇനി ഒരിക്കലും നിറയാൻ ഞാൻ കാരണമാവരുത്. ഇങ്ങനെയൊരു ബന്ധം വേണ്ടായിരുന്നുവെന്ന് മീരയ്ക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ പരാജയമാണ്. ഞാൻ ഒരു പരാതിയും പറയൂന്ന് വിചാരിക്കണ്ട. പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട്. സ്വന്തം കുറവുകൾ നന്നായിട്ടറിയാം.